സബ്ബൂഫർ പവർ കൂട്ടുന്നത് എങ്ങനെ, സബ്ബൂഫറിൻ്റെ പവർ കൂടാത്തതുണ്ട്, സബ്ബൂഫറിന് പവർ ആംപ്ലിഫയർ വഴിയാണ് കൂട്ടേണ്ടത്, ആംപ്ലിഫയറിന് എങ്ങനെ പവർ കൂട്ടാം, അല്ലെങ്കിൽ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം, ചാനൽ സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം, 3-way സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം, എത്ര സാധനങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. അതിനൊന്നും ഒരു അക്ഷരം മിണ്ടാതെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അധിക പേരും ചാനൽ നിർത്തി എന്നുള്ള ആ ഒരു സംശയത്തോടു കൂടിയായിരിക്കുമല്ലോ ഇപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. അതായത് അങ്ങനെ ചാനൽ നിർത്തി എന്നുള്ളതല്ല സത്യത്തിൽ അത് ഉദ്ദേശിക്കുന്നത്, മറ്റ് ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക് വീഡിയോ അല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷയിൽ ആരെങ്കിലും വീഡിയോ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പറ്റിയ വീഡിയോ അല്ല. നിങ്ങൾക്ക് ഇത് നമ്മുടെ ചാനലിൽ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 2023 റൗണ്ട് അപ്പ്, അതിൽ നിന്ന് 2024 ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരികയാണ്. അതായത് ആ ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങളും അങ്ങനെ ഇനിയിപ്പോൾ ഇനി എനിക്ക് താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്, ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് വ്യത്യസ്തത വേണം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആവണം, ലേറ്റസ്റ്റ് ആവണം, വ്യത്യസ്തത വേണം. വ്യത്യസ്തത ഇല്ലേ നിലനിൽപ്പില്ല. അപ്പോൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി വ്യത്യസ്തത വരുത്തുക. അപ്പോൾ അതിനെ പറ്റിയുള്ള ചെറിയ 1-2 ടോക്ക്, അതിൻ്റെ കൂടെ നിങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങളും അറിയണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പേരുടെ കമൻസും നമ്മുടെ കമൻറ്റ് സെക്ഷനും അതെല്ലാം കൂടി അതിൽ നോക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ വീഡിയോസിൽ വരുന്ന കമൻസ്. അപ്പോൾ അതിന് എല്ലാത്തിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ ഡിസംബർ വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഈ ഡിസംബറിൽ വന്ന വീഡിയോസ് എത്രയാണെന്നറിയോ? ഡിസംബറിൽ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് 7 വീഡിയോസ്, 20 ദിവസത്തിൽ 7 വീഡിയോസ്. ആ 7 വീഡിയോസിൽ 4 ഷോർട്സാണ്. 4 ഷോർട്സും 3 വീഡിയോയും. ആ 3 വീഡിയോ നല്ല വർക്കിംഗ് ആണ്, വളരെ നല്ല റെസ്പോൺസാണ് എല്ലാവരും തന്നെ. ഷോർട്സും അതേ നല്ല റെസ്പോൺസാണ്. ഈ അടുത്ത് ചെയ്ത RDS സബ്ബൂഫറിൻ്റെ ഒരു ഷോർട്സ് അതെല്ലാം നല്ല വർക്കിംഗ് ആണ്. അതായത് യൂട്യൂബ് നമുക്ക് ഒരു ചാനൽ റീക്യാപ്പ്, വീക്ക്ലി റീക്യാപ്പ്, മന്ത്ലി റീക്യാപ്പ്, ഇയർലി റീക്യാപ്പ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ തരുമല്ലോ. അപ്പോൾ ചാനൽ ഉപയോഗിക്കുന്നവർക്ക്, ചാനൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് അറിയാം. യൂട്യൂബ് അനാലിറ്റിക്സിൽ അത് കാണാം. അപ്പോൾ അതിലൂടെ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിന്, എൻ്റെ മീൻസ് നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളം എന്നുള്ള നമ്മുടെ ഈ ചാനൽ എങ്ങനെ കൂടുതൽ നിലവിലേക്ക്, അതായത് കൂടുതൽ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിന് ഉള്ള ഒരു അൽഗോരിതത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും, യൂട്യൂബ് തരും. ആ യൂട്യൂബ് തന്നതിന് നമ്മുടെ ചാനൽ ഓഡിയോപരമായിട്ട് സബ്ബൂഫർ, ഹൈ എൻഡ് ഓഡിയോസ്, അല്ലെങ്കിൽ നല്ല നാടൻ ഓഡിയോസ്, ഏത് തരം ഓഡിയോ സിസ്റ്റം, ഒരു പാട്ട് കേൾക്കുന്ന ഒരു മെഷീൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുള്ള വീഡിയോ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ പ്രൊമോട്ട് ആവുള്ളൂ എന്നുള്ളതാണ് ആ റൗണ്ട് അപ്പിൽ. അതായത് ആ അൽഗോരിതത്തിൻ്റെ ആ ഒരു എസ്റ്റിമേഷൻ. അവർ സോഫ്റ്റ്വെയർ ലെവലിൽ ഇത്രയും യൂസേഴ്സിൻ്റെ ഒരു വ്യൂവർ ഇൻട്രസ്റ്റും അവർ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള രീതിയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, ഒരു റിസൾട്ട് നമ്മൾ തരും. ആ റിസൾട്ട് വെച്ചിട്ട് അതങ്ങനെ പോവുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു LED ബൾബ് നന്നാക്കുന്നത് പോലും ഇട്ടാൽ വർക്കൗട്ട് ആവില്ല. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ LED ബൾബ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെർച്ചബിൾ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിലെ 2ാമത്തെ വീഡിയോ ഇതൊന്ന് LED ബൾബ് റിപ്പയറിംഗ് ആണ്. ആ മൊഡ്യൂൾ ഒന്നായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ആ തരം ഇട്ടാൽ സെർച്ചബിൾ എന്ന നിലക്ക് സാരംഗം ഇപ്പോൾ LED ബൾബ് ഹൗ ടു റിപ്പയർ LED ബൾബ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളെ വീഡിയോ വരാം. പക്ഷേ അത് പ്രൊമോട്ടാവില്ല. നമ്മുടെ ഇപ്പോഴത്തെ യൂസേഴ്സിന് അത് വ്യൂവർ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റമാണ് ഇനിയോട്ട് വീഡിയോസ് ഉണ്ടാവുക. അതായത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടിയ ടൈപ്പ്, ഒരു വ്യത്യസ്തത, ഒരു ഭ്രാന്തമായ എൻ്റെ യഥാർത്ഥ ഭ്രാന്തമായ ഒരു ഓഡിയോ ഭ്രാന്ത് നമ്മൾ ഇനി വീഡിയോസിൽ കാണിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കതാണ് താല്പര്യം. അത് ചെയ്യുമ്പോഴേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം നമ്മളൊരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ ആ ഇൻട്രസ്റ്റ് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യഥാർത്ഥ ആ ഇൻട്രസ്റ്റ് പുറത്ത് കാണിച്ച് ചെയ്യുമ്പോൾ അതേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടുതൽ നമ്മുടെ ചാനലിലുണ്ട് എനിക്കറിയാം. അപ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ചാനലിൽ ഇപ്പോൾ നിലവിൽ വന്ന വീഡിയോസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള കാണിച്ചു തരാം. അതായത് സബ് വർക്കിംഗ് അല്ല, അതായത് ഒരു ചാനലിൽ നിന്നുള്ള കമൻറ്റാണ്, സബ് വർക്കിംഗ് അല്ല. അതായത് IC പിടിപ്പിക്കുമ്പോൾ ഇൻപുട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ ബ്ലൂടൂത്ത് വർക്കിംഗ് കണ്ടില്ല. അതായത് അങ്ങനൊരു റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റാണ് വന്നത്. പിന്നെ ചേട്ടാ ഡുവൽ വോയിസ് കോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അടുത്ത കമൻറ്റ്, ഒരു സബ്വൂഫർ ആംബ് DIY വേണം. ഐ ഹാവ് എ 10-inch JBL 125 RMS ബേസ് ട്യൂബ്. കാറിൽ ആംപ്ലിഫയർ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന 6x9 സ്പീക്കർ ഏതാണ്? ആ കമ്പനി അടിപൊളി ബാസ് കിട്ടുന്നത്, അങ്ങനത്തെ
അതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ഈ മുമ്പ് RDS സബ് ഓഫർ ചെയ്തപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റാണ് 8 ഇഞ്ച് 400 RMS 2000+ ഷിപ്പിംഗ്. അങ്ങനെ വലിയൊരു ലിസ്റ്റ്, അത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഇഞ്ചിന് എത്രയൊക്കെ റേറ്റ് എന്നുള്ള ലിസ്റ്റ്. വേറൊരു കമൻറ്റ്, പവർ സാധനം എത്തി തുടങ്ങിയില്ല, ഇനിയാണ് കളി. അതെ, ശരിയാണ്, ഇനിയാണ് കളി. ഇത് എത്ര വാട്ട്സ് ഉണ്ട്, 1000 of 100 വോൾട്ട്, അതായത് ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇതിട്ടാൽ ബെസ്റ്റ് ആവുന്നുള്ളത്. വേറൊരു ചളി കമൻറ്റ്, അതായത് സബ് ഓഫർ സൂപ്പർ ബട്ട് ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയാൽ കുണച്ച ആംപ്ലിഫയർ ആയിരിക്കും. ആ ആംപ്ലിഫയർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കണം. കുണച്ച ആംപ്ലിഫയർ വേണം എൻ്റെ അടുത്ത് വരിക. അപ്പോൾ അടുത്ത ചേട്ടാ 4 ohms ആംപ്ലിഫയർ 12 ohms ആക്കി സബ് കൊടുത്താൽ സീനുണ്ടോ? ആംപ്ലിഫയർ പോകുമോ? അതായത് 4 ohms ആംപ്ലിഫയർ 12 ohms ആക്കി സബ് കൊടുത്താൽ, അതായത് ആംപ്ലിഫയറിൻ്റെ മൂന്നിലൊരു ഭാഗം പവർ യൂസ് ആവുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഇതിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതുമായിട്ട് ഓഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ 2023 കൂടി ആ തരത്തിലുള്ള യൂസേഴ്സാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനൽ വന്നുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള റെക്കമെൻഡേഷനേ നമ്മുടെ ചാനലിന് കിട്ടുള്ളൂ. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ആക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഏതാണോ, ഏത് തരം റെസ്പോൺസാണോ കിട്ടുക, അതിനനുസരിച്ചിട്ട് വേണം അതിനകത്ത് ഇപ്പോൾ വീഡിയോ ആയാലും ബിസിനസ് ആയാലും കച്ചവടമായാലും അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ വീഡിയോസ് കൊടുക്കണം. എന്നാലേ അത് ആ യൂസേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാവുള്ളൂ. ഞാൻ ഇതിന് പകരം ഞാനിവിടെ വന്നിട്ട് വലിയൊരു ഡയഗ്രാം എടുത്തിട്ട് ഒരു കാര്യങ്ങൾ വിവരിക്കുമോ, അതിന് വ്യൂസ് ഉണ്ടാവില്ല. അത് വേണ്ടാത്തതുകൊണ്ടല്ല, അത് മോശമായതുകൊണ്ടുമല്ല, യൂസർ ഇൻട്രസ്റ്റാണ് പ്രത്യേകത. ഞാൻ മുമ്പ് വലിയ ഡയഗ്രാം ഒക്കെ വരച്ച് ഞാൻ ഒരു പവർ ആംബിൾ ചെയ്യുന്നതൊക്കെ അതിനൊക്കെ എന്താ വ്യൂസ് ഉള്ളത്? അതിനൊക്കെ വളരെ തുച്ഛം വ്യൂസുള്ളത്. അതേസമയം നമ്മളൊരു ആംബ് സെറ്റ് ചെയ്യുകയാണെങ്കിലോ അതിന് നല്ല വ്യൂസാണ്. അതേസമയം വേറൊരു ഇപ്പോൾ ഒരു കാർ സ്റ്റീരിയോ ചെയ്ത് ഈ അടുത്ത് നല്ല വ്യൂസാണ്. സാധാരണ വരുന്നതിനോട് വളരെ നല്ല വ്യൂസാണ്. കാരണം അത് ഇൻട്രസ്റ്റിംഗ് ആയ ആളുകളാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ അവർക്കത് കാണാൻ ഇഷ്ടമാണ്, അത് മനസ്സിലാക്കാനുണ്ടാവും. അപ്പോൾ അത് കാണുന്നു. അല്ലാത്ത വീഡിയോ കാണില്ല. ഇത് ഉറക്കം വരുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ്. ഡയഗ്രാം നോക്കാൻ ഈ കാലത്ത് ആർക്കാ താല്പര്യം? ഏതുതരം ഡയഗ്രാമത്തിനും ഏതുതരം കാര്യത്തിനും ഒരുവിധം ഉത്തരമൊക്കെ ഗൂഗിളിലും യൂട്യൂബിലും ഉണ്ട്. അപ്പം പിന്നെ നമ്മളോടും കൂടി അത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് വ്യത്യസ്തതയ്ക്ക് വേണ്ടിയായിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സെർച്ച് ചെയ്യുമ്പോൾ ആ വ്യത്യസ്തത ഇനി നമ്മൾ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഫുള്ളായിട്ട് ഇപ്പോൾ അങ്ങനെ വ്യത്യസ്തതയില്ല. ഇപ്പോൾ മാക്സിമം ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരുപാട് കമൻസ് ഇപ്പോൾ കണ്ടില്ലേ, ആ കമൻസ് സംബന്ധിച്ചുള്ള അതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയ ഒരു കാര്യം കൂടി ഒഴിവാക്കുകയാണ്, മൺഡേ കമൻറ്റ് ബോക്സ്. മൺഡേ കമൻറ്റ് ബോക്സ് ഇനി ഉണ്ടാവില്ല. നമുക്ക് ഒരു 40-45 വീഡിയോസ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 45 വീഡിയോളം 1.5 മാസത്തോളം മാക്സിമം കമൻസിന് അനുസരിച്ചിട്ട് ആ യൂസേഴ്സിനെ മാക്സിമം എൻഗേജ് ചെയ്യിക്കുക. അതായത് ആ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ കമൻറ്റ് ചെയ്തതിന് മാക്സിമം റിസൾട്ട് കൊടുക്കുക. ഇത് തന്നെയാണ് ഫേസ്ബുക്കിലും ചെയ്യാൻ പോകുന്നത്. ഫേസ്ബുക്കിൽ ഇതിൻ്റെ അത്ര തന്നെ കമൻറ്റ്സ് അവിടെയും വന്നിട്ടുണ്ട്. ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത കുഴപ്പമുള്ളൂ. ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് ടൈമില്ല. കാരണം ഇവിടെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ. റിപ്പയറിങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിപ്പയറിങ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കടയും തുറന്നിരിക്കില്ലേ? ഞാനൊരു കസ്റ്റമർ വിളിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു സർവീസ് ചെയ്യാണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വേഗം കൊണ്ടുവരുമെന്ന് പറയില്ലേ? റിപ്പയർ ചെയ്യാനല്ല താല്പര്യം, ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഒരു സത്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞാലും മൺഡേ കമൻറ്റ് ബോക്സ് ഒഴിവാക്കി, പിന്നെ ഈ റിപ്പയറിങ് വീഡിയോസ് മാക്സിമം ഒഴിവാക്കി. നമുക്ക് റീസ്റ്റോറേഷൻ ഉണ്ടാവും. റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് റിപ്പയർ ഉണ്ടാവും. ഒരു ഹോം തിയേറ്റർ റീസ്റ്റോർ ആണെങ്കിൽ അതിനകത്ത് ആ ബോർഡ് ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്യണം. അതാണല്ലോ റീസ്റ്റോറേഷൻ. ആ ഹോം തിയേറ്റർ ബോർഡ് റിപ്പയർ ചെയ്ത് സർവീസ് ചെയ്ത് റെഡിയാക്കിയിട്ട് അത് ആ ഫുള്ള് ഫ്രഷ് ആക്കുക. ഇപ്പം ഞാൻ മറ്റൊരു വീഡിയോ പണ്ട് ചെയ്തതിൽ 5.1 എങ്ങനെ നമുക്ക് 2.1 to 5.1 എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം വരച്ചിട്ടുള്ള വീഡിയോയിൽ നമുക്ക് കിട്ടിയത് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തു തരുമോ എന്നുള്ള ആവശ്യങ്ങളാണ്. അതേസമയം ഇപ്പോൾ നമ്മൾ കാർ സ്റ്റീരിയോ അസംബിൾ ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാവുന്ന അഭിപ്രായങ്ങൾ എന്ന് ചോദിച്ചു. അതായത് ആ കാർ സ്റ്റീരിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എന്തൊക്കെ ആക്കാമായിരുന്നു, അതെങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. വളരെ നല്ല റെസ്പോൺസ്. അതായത് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം. മുഹമ്മദ് ഇർഫാൻ, ബാറ്ററി ലൈൻ ആക്സസറീസ് ലൈൻ എന്ന് സെപ്പറേറ്റ് ചെയ്യാം, സബ് ഓഫർ ഫിൽറ്റർ പ്രീ വിത്ത് BT കൊടുക്കാം, 12 വോൾട്ട് × 4 ചാനൽ ഔട്ട്പുട്ട് സെക്ഷൻ ആക്കാം, ബഫർ സർക്യൂട്ട് ആഡ് ചെയ്യാം, ഫ്രണ്ട് പാനൽ ബാക്ക് ലൈറ്റ് ചെയ്യാം, ഔട്ട് വയറിംഗ് ഒക്കെ കണക്റ്റേഴ്സ് ആക്കാം. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ കാർ ആമ്പിന് ഒരു 3-4 റുപ്യ ചിലവുണ്ടാവും. അപ്പോൾ ഞാൻ ആ കസ്റ്റമർ എത്രയാണോ പൈസ വരുന്നത് അവർക്ക് ഏത് തരത്തിൽ മാക്സിമം ഒരു പെർഫോമൻസ് എത്രത്തോളം ആ റേറ്റിൽ ഒതുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു റെസ്പോൺസ് എനിക്ക് ആ ഡയഗ്രാം വരച്ചിട്ട് സർക്യൂട്ട് റിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, ഡയഗ്രാം വരച്ച് ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല.
അപ്പോൾ കിട്ടുന്നതാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഇനി ഒരു മാറ്റം വരുത്താനില്ല, കാരണം അൽഗോരിതം എനിക്ക് നമ്മുടെ ചാനലിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലാത്ത വീഡിയോ പ്രൊമോട്ട് ആവില്ല. അപ്പോൾ ഈ മാസം ഡിസംബർ 20 7 വീഡിയോ എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെയല്ല, പെർ ഡേ ഒരു വീഡിയോ, അതിനനുസരിച്ചിട്ട് ഷോർട്സ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. ഒരു സാധനം, ഒരു വർക്ക് നമ്മൾ ചെയ്യുക, അത് ഞാൻ എൻ്റെ വർക്കായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. യൂട്യൂബ് എന്നുള്ളത് എൻ്റെ ഒരു ചാനൽ, എൻ്റെ ഒരു വർക്കാണ്, എൻ്റെ ജോലി. ആ ജോലിയുടെ കൂടെ സൈഡ് ബിസിനസ് എന്ന നിലയ്ക്ക് ഞാൻ അസംബ്ലിങ്ങും മറ്റൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസംബ്ലിങ്ങൊക്കെ മെയിൻ ബിസിനസ്സും സൈഡ് ബിസിനസ്സായിട്ട് വല്ലപ്പോഴും ടൈം കിട്ടിയാൽ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയായി മാറി. അങ്ങനെ എന്തായി, നമ്മുടെ ചാനൽ വളരെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗ്യം കൊണ്ട് ഒരു വാല്യുബിൾ വീഡിയോസ് ആയിരിക്കാം, അതുകൊണ്ട് അതിന് നല്ല വ്യൂസ് ഉണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമില്ല, വ്യൂസ് കുഴപ്പമില്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന വ്യൂസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നല്ല. എനിക്ക് നിങ്ങളായിട്ടൊരു ബന്ധമാണ്. ആ ബന്ധം, അതായത് നമ്മൾ ഡെയിലി കാണുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇഷ്ടമുള്ളത് കാണാം, എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ലേ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സബ്വൂഫറിനെ പവർ കൂട്ടാൻ പറ്റുമോ, സബ്വൂഫർ പവർ കൂട്ടുന്നത് എങ്ങനെ, സബ്വൂഫറിൻ്റെ പവർ കൂടാത്തതെന്ത്, സബ്വൂഫറിൻ്റെ പവർ ആംപ്ലിഫയർ വഴിയാണോ കൂട്ടേണ്ടത്, സബ്വൂഫറിൻ്റെ പവർ സപ്ലൈ വഴിയാണോ കൂട്ടേണ്ടത്, അതല്ല ബോക്സ് വഴിയാണോ വ്യത്യാസം വരുത്തേണ്ടത്, ആംപ്ലിഫയറിന് എങ്ങനെ പവർ കൂട്ടാം, അല്ലെ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം, സബ്വൂഫർ ബോക്സ് എങ്ങനെ ഉണ്ടാക്കാം, ചാനൽ സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം, 3-way സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം, ടവർ സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾ നോക്കുക, എത്ര സാധനങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനൊന്നും ഒരു അക്ഷരം മിണ്ടാതെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് നല്ലൊരു വിഷമമുണ്ട്, കാരണം എത്ര കാലം ഉറക്കൊഞ്ഞി കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംഭവം അത് നഷ്ടപ്പെട്ടു പോകുന്ന, അതില്ല, ചെയ്യാൻ പറ്റാതായി പോകുമ്പോൾ ഉള്ളൊരു വിഷമം. എൻ്റെ ഓരോ ദിവസത്തെയും ഡെയിലി ലൈഫ് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഡെയിലി ആഷ്ലിൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ. ഇന്നലെ ഞാൻ ബോക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, 6th ഓർഡറാണ്, ഒരു ഡബിൾ സബ് 10 ഇഞ്ച്. അത് വ്ളോഗിൽ അതിൻ്റെ ചെറിയ പാർഷ്യൽ ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും എന്താണ് എൻ്റെ ജീവിത രീതി, ഞാൻ ഉറങ്ങുന്നത് എത്ര മണിക്കാണ്, ഞാൻ ഈ ചാനലിൽ എത്ര സമയം വർക്ക് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, നിങ്ങൾക്ക് അതിൽ കണ്ടാൽ അറിയാം. വളരെ നരകിച്ച് കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, സന്തോഷത്തോടു കൂടിയല്ല. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളു തുറന്ന വീഡിയോ, അതായത് യഥാർത്ഥം എനിക്കിനി വയ്യ. അപ്പോൾ ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നിർത്തിയത് ഒരു സർവീസും ഒരു തരത്തിലുള്ള അസംബ്ലിങ്ങും ഇനി ഫ്രഷ് അടിക്കില്ല. ഇപ്പം തന്നെ വന്നെടുക്കണ 20-15 ഉണ്ട്. അതായത് കൂടെയുള്ള 3-4 പേര് പയ്യന്മാരും നമ്മളന്ന് എടുത്ത ചെക്കന്മാരുണ്ട്. അതിൽ 1-2 പേരും ഒക്കെയാണ്. ബാക്കി 2 പേർക്കും ഞാനിത് ഓരോ സെക്കൻഡിലും ഓരോ പ്രാവശ്യം വാട്സപ്പ് ചോദിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ചെയ്യുമ്പോഴേ ഇല്ലേ, അപ്പോൾ അത് ഏകദേശം ഭാരിച്ച പണിയാണ്. പിന്നെ അവരെ പോറ്റണം, 4 ആൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കണം, 8000 രൂപ കാണണം. ഇതെനിക്ക് ഇവിടെ വരുമാനം ഇല്ലേ. ഞാനിപ്പോൾ ഈ കസ്റ്റമറോട് കിട്ടുന്നവരെ എനിക്ക് ഇവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇവർ വന്ന് വർക്ക് ചെയ്ത് 4 ദിവസം കൊണ്ട് തരുമ്പോൾ തന്നെ എനിക്ക് പൈസ കൊടുക്കണം, അവരെ കൂലി കൊടുക്കണം. മന്ത്ലി ആക്കാം, പക്ഷേ മന്ത്ലി ഇപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, വേറൊരു ചിന്താഗതിയിലേക്കാണ് സംഗതി പോകുന്നത്. ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്ഷൻ ആരും ചിന്തിക്കേണ്ട, പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കണം, അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈം കിട്ടുന്നില്ല, അത് ഇവരേക്ക് ഉത്തരം കൊടുക്കണം. ഇപ്പോൾ പുതിയ അസംബ്ലിങ്ങിന് ഓർഡർ വരുമ്പോൾ അതിന് വർക്ക് ചെയ്യണം, അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പോകണം. ഞാൻ ചിലപ്പോൾ പ്രതീക്ഷിച്ച ടൈപ്പ് ട്രാൻസ്ഫോമർ കിട്ടില്ല, നിങ്ങൾക്കറിയാം അതിനുള്ള അലച്ചിൽ കിട്ടില്ല. അതുപോലെ സബ്വൂഫർ ബോക്സ് ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ചാനൽ ബോക്സ് ചെയ്യണം, ചിലയിടത്ത് പോയാൽ സമയത്തിന് കിട്ടില്ല. അപ്പോൾ കസ്റ്റമർ വയലുണ്ടാവും, ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് വിളിക്കും, അവർ കോൾ ചെയ്യും, ഞാൻ ഫോൺ എടുക്കില്ല. എന്താ അപ്പോൾ ഇവരോട് പറയാം? അപ്പോൾ തന്നെ ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിക്കും, എന്താ സ്ഥിതി, ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇയാൾക്ക് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ഒരു ടെൻഷൻ ഇല്ലെങ്കിൽ ഒരു റിപ്ലൈ ചെയ്യും, സോറി ആയിട്ടില്ല, കുറച്ചും കൂടെ ടൈം വേണം എന്നാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലല്ലേ, നമ്മളിഷ്ടമുള്ള രീതിയിലല്ലേ ജീവിക്കണ്ടേ. അപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇനി തയ്യാറല്ല. അപ്പോൾ അതെല്ലാം നിർത്തി, അസംബ്ലിങ് നിർത്തി. നമ്മളിവിടെ അസംബിൾ ചെയ്ത് വെക്കും, ഞാനിവിടെ അസംബിൾ ചെയ്ത് വെക്കും, നല്ല അടിപൊളി സാധനം ഞാൻ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യും വീഡിയോയിൽ. അതായത് അടിപൊളി അതിൻ്റെ ഫീച്ചേഴ്സ് ഫുള്ള് കാണിച്ചു തരും. ഇവിടെ വന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം, അതല്ലേ ഏറ്റവും നല്ലത്. ചീത്ത കേൾക്കണ്ട, ഒരാളുടെയും ചീത്ത കേൾക്കണ്ട, എന്നും ചീത്ത കേൾക്കലെന്നേ. അപ്പം ഇനി ചീത്ത കേൾക്കണ്ട, ചീത്തയിട്ട് മടുത്തു. ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ കമൻറ്റിന് റിപ്ലൈ ചെയ്യാത്തത്? ഞാനൊരു മാസമായി, ഒരു വർഷമായി കമൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, തുറന്നു പോലും നോക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ഞാൻ തുറന്നു നോക്കും? നിങ്ങൾ ഉദാഹരണം വിചാരിക്കുക,
ഒരു കമൻ്റ് അല്ല വരുന്നതെന്നുള്ള ആലോചിക്കണം. ഒരു 100 കമൻറ്റ് പ്രതീക്ഷിക്കാം. അതിനകത്തൊരു 50 എണ്ണം ചിലപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ടാവും. അതിലൊരു കമൻറ്റ് ഞാൻ ചിലപ്പോൾ ഓപ്പണാക്കി റിപ്ലൈ ചെയ്ത് ഞാനിതാ ഇങ്ങനെ ഇരിക്കുക സോൾഡറിങ് ഞാനിവിടെ വർക്ക് ചെയ്യാണ്. ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു വയർ കട്ട് ചെയ്ത് അത് ചെക്ക് ചെയ്ത് അപ്പോൾ ഞാൻ അതിനകത്തൊരു കമൻറ്റ് കണ്ട് അതിനെ റിപ്ലൈ ചെയ്തു. റിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടുത്ത കമൻറ്റ് ഞാനിവിടെ സോൾഡർ ചെയ്യുമ്പോൾ ഞാനങ്ങോട്ട് നോക്കുമോ? ഒരു സാധ്യതയില്ല. ഞാൻ നോക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ നോക്കില്ല. കാരണം ഒരു പണി ശ്രദ്ധിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കും. ഞാൻ കമൻറ്റ് നോക്കും, ഈ പണി അവിടെ കിടക്കും, എന്നിട്ട് കമൻറ്റിന് റിപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റിപ്ലൈ ചെയ്യാനില്ല. പിന്നെ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒറ്റയടിക്ക് കൊണ്ടൊരു ആംപ്ലിഫയർ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഒരൊറ്റ പണിയേ ഉള്ളൂ, അയാൾക്ക് ആ ഒരു പണി മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഇരുന്ന് ആംപ്ലിഫയർ ഉണ്ടാക്കാം. അതല്ല അതിൻ്റെ കൂടെ വീഡിയോ വർക്ക്, കമൻസിന് റിപ്ലൈ, റെസ്പോൺസ്, അതായത് വാട്സപ്പിൽ റിപ്ലൈ, ഫേസ്ബുക്കിൽ റിപ്ലൈ, ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ. ഇനി എവിടെ റിപ്ലൈ ഉണ്ട്? നേരിട്ട് പോയത് കോള് വേറെ, വാട്സപ്പ് കോള്, വാട്സപ്പ് ബിസിനസ്സിൽ കോള്, ഡയറക്റ്റ് ഫോൺ കോൾ 2 നമ്പറിൽ. അതിൽ ഒരു നമ്പർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത നമ്പർ അറ്റൻഡ് ചെയ്ത് ഇതാണോ ജീവിതം? നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അവസ്ഥ സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളെടുക്കും. ഇന്നലെ വരെ ഞാൻ ഒരു വിധം വാട്സപ്പിന് ഒരു 50-60 മെസ്സേജസ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയോണ്ട് റിപ്ലൈ ചെയ്യില്ല, ഇനിയോണ്ട് നിങ്ങളൊരു സാധനം ആവശ്യപ്പെടേണ്ട എന്നല്ല പറയുന്നത്. അതായത് ഇതൊക്കെ നിർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ അസംബിൾ ചെയ്യണോ ചോദിക്കാം. ഞാൻ അസംബിൾ ചെയ്ത് തരില്ല. നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചോദിക്കാം, ഞാൻ എനിക്ക് അറിയുന്നത് പറഞ്ഞുതരും. നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ അറിയുന്ന ഒരു വെറൈറ്റി കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മളത് വീഡിയോ ആക്കും. കുറേ പേർക്ക് ഉപകാരമാവും, കുറേ പേർക്ക് ചെയ്യാം. വല്ലാതെ സീക്രട്ടൊന്നും നിങ്ങൾ വിടണ്ട. അതായത് നിങ്ങളുടെ കണ്ടൻറ്റ് ഐഡിയ മാത്രം വിട്ടാൽ മതി. ഇങ്ങനൊരു പാനൽ, ഇങ്ങനൊരു ഔട്ട്പുട്ട്, ഇങ്ങനൊരു കണക്ഷൻ, ഇങ്ങനൊരു ഡിസൈൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു വാട്സ്, ഇങ്ങനൊരു കോൺഫിഗറേഷനുള്ള സ്പീക്കർ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടിപൊളിയായി. പിന്നെ പറയാനുള്ളത്, ഞാനിപ്പോൾ കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട്, എൻ്റെ അടുത്ത് ഇവിടെ കല്ലേരി പുരുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിക്കുന്നത്. കല്ലേരി പറഞ്ഞ ജംഗ്ഷനിൽ ഒരു സുഹൃത്തുണ്ട് നമ്മളെ സെയിം ഫീൽഡിൽ. അപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നിട്ട് എന്നോട് ചോദിക്കുക, എനിക്ക് ഇത് ചെയ്തു തരണം, ഇങ്ങനെ എന്താ ചെയ്യുക? ഇപ്പോൾ റിപ്പയർ ആണെങ്കിൽ അത്, അസംബ്ലിങ് ആണെങ്കിൽ അത്. എനിക്ക് ടൈമിൽ ഞാൻ എന്താ പറയുക, അവിടെ കല്ലേരി നമ്മളെ സുഹൃത്തിട്ട് നമ്പർ തരാം, അല്ലെങ്കിൽ അവിടെ പോയാൽ മതി, ഇന്ന ഷോപ്പിനെയും അവിടെ അന്വേഷിച്ചാൽ മതി, അവിടെ കിട്ടും, അവിടെ പോയി ചെയ്താൽ മതി എന്നുണ്ട്. അപ്പോൾ ഇവരങ്ങോട്ട് പോയി. അവർക്ക് അർജൻറ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോയി. അതേപോലെ നിങ്ങളൊരു പണി ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ടെക്നീഷ്യനാണോ, ഷോപ്പാണോ, അല്ല നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നാണോ, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരാണോ, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ, നിങ്ങളൊരു പണിയാണ്. നിങ്ങൾ ഡീറ്റെയിൽസ് വാട്സപ്പിലും നിങ്ങൾ എന്തൊക്കെ ചെയ്ത് എത്രത്തോളം വർക്ക് ചെയ്തെന്നുള്ളതും ഇടുക, എനിക്ക് വാട്സപ്പിൽ ഇടുക. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഏതെങ്കിലുമൊക്കെ വീഡിയോകളുടെ താഴെ കമൻറ്റിലിടുക. ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇന്ന വർക്കാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും വർക്കിൻ്റെയൊക്കെ ഒരു ചെറിയ ഫോട്ടോസോ സ്ലൈഡ്സോ വീഡിയോസോ എനിക്ക് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോട് പെരുവയിലായിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കോഴിക്കോട് മലാപ്പറമ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ മീൻചന്ത, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ്, നിങ്ങൾ അവിടെ നിന്ന് കാണുകയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ നിങ്ങളിപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇന്ന ആൾ ഇന്ന സ്ഥലത്താണ്, അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അവിടെ ഇങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാം. ഇനി അതല്ല, ഇപ്പോൾ ഇവിടെ വിട്ടേക്ക്, ഇപ്പോൾ ആലപ്പുഴയാണ്, എറണാകുളത്തുള്ള ഇപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് അയക്കുക. അപ്പോൾ എന്നോടൊരു എറണാകുളത്തുള്ള മറ്റൊരു കസ്റ്റമർ ചോദിക്കുകയാണ്, എനിക്കിങ്ങനെ ചെയ്യണം, ഞാനിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചെയ്യട്ടെ, നിങ്ങൾക്ക് അയച്ചു തരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തരുമോ? ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, എനിക്ക് നിങ്ങളെ അവിടെ ഫോർവേഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാം, അവർ നിങ്ങളെ സമീപിക്കും. ഞാൻ ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കത് ചെയ്ത് കിട്ടാൻ സെയിം തരത്തിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യും. ഇഷ്ടം പോലെ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും അങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ കഴിവാരും കാണുന്നില്ല. അവർക്കൊക്കെ നല്ല അടിപൊളിയായി ചെയ്യുന്ന ആളുകൾ എനിക്ക് വാട്സപ്പിൽ അയക്കുന്നുണ്ട്. ഇന്നലെ വരെ ഒരാളെ അയച്ചതുണ്ട്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ അത് സെയിൽ ചെയ്യാൻ ഒരു വഴിയില്ല, അതൊന്ന് സെയിൽ ചെയ്ത് തരുമോ, എങ്ങനെ കച്ചവടമാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ സ്ലൈഡ് ആപ്പ് കാണിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങളിപ്പോൾ SD Audio Tech തിരുവനന്തപുരമാണ്. അവരെന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ബോർഡ് ചെയ്യുന്നുണ്ട്, അടിപൊളി സാധനം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊരു സാധനം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബോർഡ് അയച്ചു തന്നു. ഞാൻ ചെക്ക് ചെയ്തു, നല്ല സൂപ്പർ വർക്കിംഗ് ആണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ഡ്രൈവ് വെച്ചിട്ട് ഞാനിവിടെ ഒരു 16 ട്രാൻസ് റാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. SD Audio Techൻ്റെ സാധനമാണ്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തി. അവർക്കിപ്പോൾ സെയിൽസ് ഉണ്ട്, അവർക്ക് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, അവർക്ക് ആ സബ്സ്ക്രൈബർ ഒരു ഗുണമുണ്ടായി. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ചിലർ അവിടെ പോയി നോക്കും ഇയാൾ ചെയ്തത് എങ്ങനെ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജസിലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങും, നല്ല സാധനം അവർ കൊടുക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ അവർ എന്നെ സമീപിച്ചത്. അപ്പോൾ അവരത് കൊടുത്തു, നല്ല ഡീലായി, നല്ല എഫക്റ്റീവായ വർക്കിംഗ് കിട്ടി, സൂപ്പറായില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്കുള്ള സ്പേസിൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ നിങ്ങൾ സമീപിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിന് കിട്ടും. ഇപ്പം ഞാനൊരാൾ കഞ്ഞി പാറ്റിട്ട് എന്ന് പറഞ്ഞ് കുറേ കഥകളില്ലേ, പണ്ടേ ഞാൻ കഞ്ഞിയിൽ ഇങ്ങനെ പാറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാറ്റ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇനി കഞ്ഞിയിൽ പാറ്റ വീഴാതിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് അയയ്ക്കുക, വാട്സപ്പിലായാലും മെസ്സേജസിലായാലും. എനിക്കൊരു വിരോധമില്ല, വളരെ സന്തോഷമുള്ളൂ. അങ്ങനെ ഞാൻ ആരും ഉപദ്രവിക്കുന്ന ആളല്ല, എന്നെ ആരും ഉപദ്രവിക്കാൻ ഞാൻ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാം. എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് അയയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വ്യത്യസ്തതയിൽ കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ റൗണ്ടപ്പ് എന്ന് പറയുന്നത് 2023 നമ്മൾ ചില കാര്യങ്ങൾ നിർത്തി. ഇത് എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തതാണ്, പക്ഷേ എന്നാലും പറയാം, പിന്നെയും ഞാൻ വീഡിയോക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും വർക്ക് ചെയ്യും. ആ ഗ്യാപ്പിൽ പാർട്ട് ടൈമായിട്ട് ഞാൻ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ അസംബ്ലിങ് ചെയ്യുന്നത് നിർത്തും. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കും, ഞാൻ അവിടെ പ്രൊഡക്റ്റ് ചെയ്ത് വെക്കും, പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് എടുക്കാം. അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം ടിപ്സ് സപ്ലൈ ചെയ്യാം. എത്ര ടിപ്സ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഒരു 100 വീഡിയോക്കുള്ള ടിപ്സ് ഇവിടെ ഉണ്ട്, കൊടുക്കാനുണ്ട്. ഞാൻ കൊടുക്കാത്തത്, അത് കൊടുക്കാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കൊടുക്കണം. 1,65,000 പേരിൽ ഒരു 3 ലക്ഷം 4 ലക്ഷമൊക്കെ വ്യൂസ് വരുന്ന ഒരു മാസത്തിൽ അത്രയും ആളുകൾക്ക് ഉപകാരമുള്ള കാര്യം ചെയ്യണ്ടേ. അത്രയും ആളുകൾ സെർച്ച് ചെയ്ത് വരുന്നത് ഓഡിയോ സംബന്ധമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഉപകാരമുള്ള കൊടുക്കണ്ടേ. ഞാനിതെന്ന് തുറന്ന് വെച്ച് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിയെടുത്തുകൊണ്ട് ഇവിടെ ഇരുന്നാൽ അവർ ടച്ചും പോകും. അപ്പോൾ അത് ചെയ്യണം, അതാണ് ഉദ്ദേശം. അപ്പോൾ 2024 ഒരു വ്യത്യസ്തതയായിരിക്കും. വളരെ വലിയൊരു ഹൈപ്പ്, ഒരു 1 മില്യൺ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ വ്യത്യസ്തതയിലൂടെ, ആ വ്യത്യസ്തത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ് വെറുതെ വീരവാദം പറയുന്നില്ല. ഞാൻ മാക്സിമം ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ റെസ്പോൺസും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇനി മുന്നോട്ട് പോകാം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ കാണാം.